ഇവിടുത്തെ മേയർ സ്ഥാനാർത്ഥി UDF-ന്റെ AK ഹഫീസും നമ്മോടൊപ്പം ഉണ്ട്. എന്തായിരുന്നു പേരെന്തായിരുന്നു? മിന്നു റോബിൻ. ഏത് വാർഡിലാണ് മത്സരിക്കുന്നത്? കൈക്കുളങ്ങര ഡിവിഷൻ LDF സ്ഥാനാർത്ഥിയാണ്. അപ്പൊ ഞങ്ങളിപ്പോ ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വിഷയങ്ങൾ ഈ ഇലക്ഷനിൽ നിങ്ങൾക്ക് ആയുധങ്ങളായി ഉയർത്തിക്കാട്ടാനുണ്ട്. പ്രാദേശിക വിഷയങ്ങളുണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്. അപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇങ്ങനെ കത്തി നിൽക്കുന്നു. അപ്പൊ നിങ്ങൾ വീടുകളിലൊക്കെ കയറി ഇറങ്ങുന്നു. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട വിഷയമായി, ഒരു ആയുധമായി കാണുന്നുണ്ടോ? നമ്മൾ ആക്ച്വലി എതിർ പാർട്ടിയെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇതുവരെ കൈക്കുളങ്ങര ഡിവിഷനിൽ ഞങ്ങൾ വോട്ട് ചോദിച്ചിട്ടില്ല. ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് കഴിഞ്ഞ 9.25 വർഷമായി പിണറായി സർക്കാർ എന്തു ചെയ്തു, നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ എന്താണ്. കഴിഞ്ഞ 25 വർഷമായി കൊല്ലം കോർപ്പറേഷൻ LDF-ന്റെ കൈകളിൽ ഭദ്രമാണ്. ഈ 25 വർഷമായി കൊല്ലം കോർപ്പറേഷൻ ഇവിടെ എന്തു ചെയ്തു? നിങ്ങളിപ്പോ നിൽക്കുന്നത് തന്നെ വി പാർക്കിലാണ്. ഇത്തരത്തിൽ വികസന പ്രവർത്തനങ്ങൾ ഉന്നയിച്ച് കാണിച്ചിട്ട് മാത്രമാണ് ഇതുവരെ ഞാൻ എന്റെ ഡിവിഷനിൽ വോട്ട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. 25 വർഷമായി കൈക്കുളങ്ങര ഡിവിഷൻ LDF-നുള്ളതാണ്. ആ ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെയാണ് നമ്മൾ വനിതാ സ്ഥാനാർത്ഥി എന്ന നിലയിൽ നമുക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല, പ്രതികരിക്കാതെ പോകാനും കഴിയില്ല. മാത്രമല്ല ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. ഇത് ഒരുപാട് സ്ത്രീകളെ കൂടി നമ്മൾ ഈ രീതിയിലാണല്ലോ, നമ്മൾ വലിയ ആശങ്കയിൽ കൂടിയാണ്. ഇങ്ങനെ ഒരു പരാതി വരുമ്പോൾ അതിലൊരു നടപടി എടുക്കേണ്ട ഒരു അത്യാവശ്യം കൂടിയുണ്ടല്ലോ. ഒന്നല്ല, നിരവധി പേർ രാഹുലിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിജീവിത ഒരു പരാതി നൽകുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ രാഹുലിനെതിരായ കേസിനെയും അതിലിനി എന്ത് തുടർ നടപടി ഉണ്ടാകണമെന്നാണ് ഒരു അഭിപ്രായം പേഴ്സണലി? ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയട്ടെ, ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും. അത് മാത്രമേ പറയാനുള്ളൂ. എന്താണോ ചെയ്തു വെച്ചത് അത് നിയമപരമായി തന്നെ നേരിടാൻ ഈ പറയുന്ന ഇരകൾക്ക് കഴിയണമെന്നതാണ് നമ്മളുടെ എല്ലാ സപ്പോർട്ടും കൊടുക്കുക. അതെ അതെ, നമ്മൾ ഒരിക്കലും വേട്ടക്കാരന്റെ ഒപ്പമല്ലല്ലോ, നമ്മൾ ഇരകളുടെ ഒപ്പമാണ്. ഒരു സ്ത്രീ എന്നതിലുപരി, ഒരു വനിതാ സ്ഥാനാർത്ഥി എന്നതിലുപരി എന്നിലൊരു അമ്മയുണ്ട്, എന്നിലൊരു മകളുണ്ട്, എന്നിലൊരു സ്ത്രീത്വമുണ്ട്. ഒരിക്കലും വേട്ടക്കാരനൊപ്പം നിൽക്കാൻ നമുക്ക് കഴിയില്ല. എന്താണോ ചെയ്തു വെച്ചത് അതനുസരിച്ചുള്ള ഇതിലൊരു കോൺഗ്രസ് ഒരു ശക്തമായ ഒരു നിലപാട് കൂടി, നടപടി കൂടി എടുക്കേണ്ടതുണ്ടെന്ന്. MLA സ്ഥാനം രാജിവെക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ, ധാർമ്മികത ഉയർത്തിക്കാട്ടിയെന്നാണ് പറയാനുള്ളത്. ഏത് സ്ഥാനത്താണോ ഇരിക്കുന്നത്, ഏത് പദവിയാണോ അലങ്കരിക്കുന്നത്, അത് രാജിവെച്ച് തന്നെ ഈ പറയുന്ന രീതിയിലുള്ള നിയമ നടപടികൾ നേരിടാൻ പുള്ളി തയ്യാറാവണം. അപ്പോ പ്രചാരണമൊക്കെ ഉഷാറായി നടക്കുന്നു. ആ വാർഡ് നിലവിൽ LDF-ന്റെ സിറ്റിംഗ് വാർഡാണ്. അത് നിലനിർത്താൻ കഴിയും, ഭരണം നിലനിർത്താൻ കഴിയും. ഡെഫിനറ്റ്ലി നമുക്ക് നിലനിർത്താൻ കഴിയും. കാരണം നമുക്കെതിരെ പറഞ്ഞു വയ്ക്കാൻ ഇവർക്കൊന്നും ഇല്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കാരണം കഴിഞ്ഞ 25 വർഷമായി ഇവിടെ ആരാണ്, ഇവിടെ എന്തൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇവിടുത്തെ പ്രബുദ്ധരായ വോട്ടർമാർക്ക് അറിയാം. അപ്പോൾ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. വിജയിച്ചു വരാൻ കഴിയട്ടെ. നമ്മോടൊപ്പം AK മുഹമ്മദ് ഹഫീസ്